ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വകുപ്പ് മന്ത്രിയും തമ്മിൽ ഭിന്നത. സ്വർണ്ണക്കൊള്ളയിലെ ആരോപണ വിധേയരെ ഉന്നത സ്ഥാനത്ത് നിയമിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ മുരളീധരൻ. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം പ്രസിഡന്റിന് കത്ത് നൽകിയിരിക്കുന്നു. തിരുത്തിയില്ലെങ്കിൽ നിലവിലെ ബോർഡിനും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് കരുതി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിഞ്ഞാന്നിറക്കിയ സർക്കുലറിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയൊക്കെ മർമ്മസ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെ ട്രാൻസ്ഫറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുത്തണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോകും. സ്വർണ്ണക്കൊള്ള സമയത്ത് ശബരിമല സെക്ഷൻ ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശിനെയാണ് വള്ളിയങ്കാവ് ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാക്കി നിയമിച്ചത്. വിവരങ്ങളുമായി റഹീസ് ഉണ്ട്. റഹീസ്, ദേവസ്വം ബോർഡിന്റെ ട്രാൻസ്ഫർ കാര്യത്തിൽ സാധാരണ ദേവസ്വം വകുപ്പ് ഇടപെടാറില്ല. എന്താണ് കെ മുരളീധരനെ പ്രകോപിപ്പിച്ചത്? ഡോക്ടർ അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത അസിസ്റ്റന്റ് കമ്മീഷണറായ ശ്യാം പ്രകാശിനെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് ദേവസ്വം ബോർഡ് നിയോഗിച്ചു. വള്ളിയംകുളം ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണ് 2 ദിവസം മുമ്പ് ട്രാൻസ്ഫർ ചെയ്തത്. ഈ നടപടിക്കെതിരെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ രംഗത്ത് വന്നു. ആരോപണ വിധേയനായ ഒരാളെ തന്ത്രപ്രധാനമായ ഒരു പദവിയിലേക്ക് നിയോഗിച്ചത് ശരിയല്ല, അതുകൊണ്ട് ആ തീരുമാനം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് അദ്ദേഹം ഒരു കത്തും നൽകിയിട്ടുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡ് പറയുന്ന വിശദീകരണം വെറും ചോദ്യം ചെയ്യൽ മാത്രമാണ് ഉണ്ടായത്, കേസിൽ പ്രതിയല്ല. ഈ കേസിലെ പ്രതിയായ N വാസു ദേവസ്വം കമ്മീഷണറായി ഇരുന്ന സമയത്ത് അവിടെ സെക്ഷൻ ക്ലർക്കായി ഇരുന്നു എന്നതുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. ട്രാൻസ്ഫർ നടപടിക്ക് മുമ്പ് ദേവസ്വം വിജിലൻസ് ക്ലീൻ ചീറ്റ് ഇദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അതിൽ അപാകത ഇല്ല എന്നാണ് പറയുന്നത്. എങ്കിലും മന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ട് ആ സ്ഥലം മാറ്റം റദ്ദു ചെയ്യാനാണ് നീക്കമെന്ന് മനസ്സിലാക്കുന്നു. നാളെ ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുന്നുമുണ്ട്. താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.